മലപ്പുറം ഡോക്ടറിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ കഴിഞ്ഞ 6 മാസങ്ങളായിട്ട് നമ്മളുടെ കോവിഡ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ സ്വന്തം അനുഭവത്തെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഷോർട്ട് ഫിലിമാണ് നമ്മളുടെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആൻറ്റിജൻ്റെ പേരിലുള്ള ഫിലിമാണ്. ഈ ഫിലിമിൽ വളരെ ക്ലിയറായിട്ടും കൃത്യമായിട്ടും എങ്ങനെ കോവിഡ് പ്രോട്ടോക്കോളും ഗൈഡ് ലൈൻസും പാലിച്ചിട്ടില്ലെങ്കിൽ നമുക്കും നമ്മുടെ കുടുംബ അംഗങ്ങൾക്കും സമൂഹത്തിനും ലോകത്തിനും എങ്ങനെ ദോഷങ്ങൾ ഉണ്ടാകാം അങ്ങനെ ഒരു വളരെ ഏറ്റവും മനസ്സിലാക്കുന്ന രീതിയിലും തത്വവുമായിട്ടാണ് അവർ ഇങ്ങനെ ഫിലിം ചെയ്തിട്ടുണ്ട്. ഈ ഫിലിമിന് എല്ലാ ജനങ്ങളിലും ഒന്ന് കാണേണ്ട വളരെ ആവശ്യമാണ്. അതുകൊണ്ട് നമുക്കും എങ്ങനെ നമ്മളുടെ അയൽവാസികൾക്ക് എങ്ങനെ കോവിഡ് ഗൈഡ് ലൈൻസ് പാലിച്ചില്ലെങ്കിൽ എന്തൊക്കെ ദോഷങ്ങൾ വരാമെന്ന് ഒരു കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഉണ്ട്. സോ എല്ലാവരെയും ഞാൻ വളരെ അഭ്യർത്ഥിക്കുന്നു. ഈ ഫിലിം ഒരു 10 മിനിറ്റ് നിങ്ങളുടെ ടൈം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും കോവിഡിൻ്റെ സീരിയസ്നെസ്സും അതിൻ്റെ ദോഷങ്ങളും മനസ്സിലാകും. അതുകൊണ്ട് നമ്മളും നമ്മളുടെ കുടുംബങ്ങളും നാടും എങ്ങനെ രക്ഷപ്പെടാമെന്നും നമുക്ക് മനസ്സിലാകും. നമ്മളുടെ ജില്ലയിലുള്ള എല്ലാവരും 50 ലക്ഷം ജനങ്ങളും ഈ ഫിലിം കണ്ട് മനസ്സിലാക്കണമെന്ന് വളരെ ആത്മാർത്ഥതയോട് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എടാ ഞാൻ പോരാണ്, മടുത്ത്. ഉമ്മാ, ഞാൻ എത്തിട്ടോ. എത്തിയോ? എന്നാലേ ആ സോപ്പും ബക്കറ്റോടെ പുറത്ത് വെച്ചിട്ടുണ്ട്. ആ എടുത്തിട്ട് ഉമ്മാന്റെ കുട്ടിയെ കുളിച്ചിട്ട് ഇങ്ങോട്ട് ഔത്തേക്ക് കേറിയാ മതി. ആ അമ്മ. മക്കളെ നമ്മൾ എത്തിട്ടോ, എത്തിക്കണ്. എവിടെ 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 എല്ലാരും? എടാ പഹയാ, ഈ കൊരക്കണൊക്കെ ഉണ്ടല്ലോ, കൊറോണ ഒക്കെ ഉണ്ടാവൂട്ടാ, ഒന്ന് ടെസ്റ്റ് ചെയ്താളെ. ഇല്ല മക്കളെ, നിങ്ങൾ ആരും ബേജാറാവണ്ട. നമ്മൾ ടെസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങുള്ളൂ. ആ പേടി നിങ്ങൾ ആരും പേടിച്ചണ്ട. ഹലോ, ആഷിഖല്ലേ? ഇത് കോവിഡ് കൺട്രോൾസിൽ നിന്നാണ്. നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നതല്ലേ? നിങ്ങൾക്ക് പനി, തൊണ്ടവേദന, ചുമ, ശ്വാസതടസ്സം, മണമില്ലായ്മ, ശരീരവേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ? ചുമ ഉണ്ടല്ലേ? എങ്കിലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. നിങ്ങളെ അടുത്തുള്ള PHC നിന്ന് വിളിക്കും. അപ്പം നിങ്ങൾ റെഡി ആവട്ടോ. എന്നാൽ ശരി, ഇരുന്നോളൂ കേട്ടോ. ആ, പേരെന്താണ്? ആഷിഖ്. ഓക്കെ. വയസ്സ്? 21 വയസ്സ്. ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞു. 70 34 16 47 05. ട്രാവൽ ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാ. സിംറ്റംസ് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടായിരുന്നോ? ഒരു ചെറിയ ചുമ പോലെ കാണിച്ചിരുന്നു. പോസിറ്റീവ് കേസുമായിട്ട് വല്ല കോണ്ടാക്റ്റും വന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിന്നാണോ വരുന്നത്? അല്ലല്ലോ സാർ. ഓക്കെ, ഡോക്ടർ അകത്തുണ്ട്, അവിടെ പോയി ഒന്ന് കണ്ടോളൂ. ശരി സാറേ. സാറാ, അവിടെ നിന്ന് കാണാൻ വേണ്ടി പറഞ്ഞു. എന്താ പറയൂ, എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? ചെറിയൊരു ചുമ ഉണ്ട്, യാത്ര ചെയ്തുകൊണ്ടാ തോന്നുന്നുണ്ട്. ചുമയുണ്ടല്ലേ? നിങ്ങൾ പുറത്തുനിന്ന് എവിടെ നിന്ന് വന്നതാണോ അതോ ഏതെങ്കിലും പോസിറ്റീവ് കേസുമായിട്ട് എന്തെങ്കിലും സമ്പർക്കമുണ്ടോ? സാറേ, ഞാൻ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. ഏതായാലും പുറത്തുനിന്ന് വന്നതല്ലേ,
നമുക്കൊരു ആൻറ്റിജൻ ടെസ്റ്റ് നടത്തി നോക്കാം. ടെസ്റ്റ് നടത്തിയാലും 14 ദിവസം നിർബന്ധമായിട്ടും ക്വാറന്റൈനിൽ ഇരിക്കണം ആ കേട്ടോ. ആ ഓക്കെ, എന്നാൽ നിൻ്റെ പേരൊന്ന് പറഞ്ഞോ. പേര് ആഷിക്ക്. ആഷിഖ് അല്ലേ? വയസ്സെത്രയായി? 21 വയസ്സായി സാറേ. 21 അല്ലേ? അതെ. ഓക്കെ എന്നാൽ ശരി കേട്ടോ. ആ എന്നാൽ അപ്പുറത്ത് പോയി ടെസ്റ്റ് നടത്തിക്കോ കേട്ടോ. പിന്നെ 14 ദിവസം ക്വാറന്റൈനിൽ ഇരിക്കാൻ മറക്കണ്ട കേട്ടോ. ആ ശരി സാറേ. റിസൾട്ട് വിളിച്ചു പറയാട്ടോ. അതുവരെ ഒരിക്കലും പുറത്തിറങ്ങരുത്. ഹലോ ഹലോ, ആഷിഖ് അല്ലേ? ആ ആഷിഖാണ്. ഇത് ഹെൽത്ത് നിന്നാണ് വിളിക്കുന്നത്. ആ പറയൂ സർ. ആഷിഖ് ടെസ്റ്റിന് കൊടുത്തിരുന്നില്ലേ? ആ സർ കൊടുത്തിരുന്നു. ടെസ്റ്റ് നെഗറ്റീവ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നോ? ആ ഒരു ചുമ ഉണ്ടായിരുന്നു, ഇപ്പം മാറി. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ആ സർ. നെഗറ്റീവ് ആണെങ്കിലും രോഗമല്ലെന്ന് ഉറപ്പിക്കാൻ പറ്റൂല. ആ ഓക്കെ, രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ലക്ഷണങ്ങൾ തുടങ്ങി 10 ദിവസം ഐസൊലേഷനിൽ കഴിയണം. 10 ദിവസത്തിൽ കൂടുതൽ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കുകയാണെങ്കിൽ മരുന്നില്ലാതെ ലക്ഷണങ്ങൾ മാറി 3 ദിവസം കഴിയുന്നവരെ ഐസൊലേഷനിൽ ഇരിക്കണം. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. മക്കളെ റിസൾട്ട് എത്തിക്കണ്. സംഭവം നെഗറ്റീവ് ആണ് കേട്ടോ. ബാക്കി നമുക്ക് വൈകുന്നേരം ക്ലബ്ബിൽ നിന്ന് കാണാം. റിസൾട്ട് വന്നു നെഗറ്റീവായി കേട്ടോ. അപ്പോൾ ഒരു 14 ദിവസം. പിന്നെ എൻ്റെ പട്ടി ഇരിക്കും ക്വാറന്റൈന്. ഹലോ നായ്ക്കളെ, എനിക്ക് കൊറോണ ഒന്നും ഇല്ല. ചിലക്കാണ്ട് കയറി തള്ളാനാണെങ്കിൽ തൊള്ളോർക്കണ്ട. വല്ല ചിക്സിന്റെ കഥ ഉണ്ടെങ്കിൽ പറ. എൻ്റെ ഒരു ചിക്സ് മനുഷ്യനെ അവിടെ റൂമിലാകെ പിരാന്തരച്ചിട്ട് പോകുന്നു. നിങ്ങളാണെങ്കിൽ ഇവിടെ ലുഡോ കളിച്ച് പണ്ടിറങ്ങിയിരിക്കും. ആഷിക്ക് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണതല്ലേ. ഇതിങ്ങനെ ചടഞ്ഞു കൂടി ഇരുന്നാൽ തന്നെ തീരുമാനമാവുള്ളൂ. നമ്മുടെ കാര്യം നമ്മളെ നോക്കണം. എന്താ ഇൻഡൈനേഷൻ പറഞ്ഞ കാര്യം ഉണ്ടാവില്ല. അതിനിവിടെ കണ്ടെയ്ൻമെന്റ് സോൺ ഒന്നുമല്ലല്ലോ. എന്നാ നമുക്ക് ടെർഫ് കളിക്കാൻ പോയാലോ? അതൊന്നും വേണ്ടടാ, സീനാണ്. എന്ത് സീന്? ഇപ്പോ ഗവൺമെന്റ് എന്തിനാണ് ഈ ഇളവുകളൊക്കെ അനുവദിക്കുന്നത്? നമ്മൾ ഇതുമായിട്ട് സഹജീവിച്ച് പോവാനാണ്. ഇപ്പൊ ടർഫിലൊക്കെ എത്ര ആൾക്കാർ കളിക്കുന്നുണ്ട്. നമ്മൾ ഈ ഇരുട്ടത്ത് ഉത്തിരിക്കേണ്ട കാര്യണ്ടാ? പോയി കളിക്കല്ലേ. ശരിയാ, പോയി കളിക്കാം. കളിക്കല്ലേ. ആ എന്നാ നീച്ചോ വാടാ എണീക്ക്. അല്ലതാവൂതേ, എന്താടാ ഈ പൈസ എന്താക്കും? എടാ, അത് നമ്മളെ ഈ പൊട്ടന്റെ ആന്റിജൻ ടെസ്റ്റ് നെഗറ്റീവ് അല്ലേ. ഓന്റെ ചെലവ് പറഞ്ഞിട്ട് ഓനാണ് ചാമ്പ. ഐഡിയ പോയി വാങ്ങിപ്പോ. ഞാനൊന്ന് ഉഷാറാ പോരാ. ഹലോ. അനിസ്ക. ഹലോ. പറടാ. അനിസ്ക എന്താ അറിയില്ല. അനിസ്ക ഒരു ചെറിയ ചുമ, ഒരു അസ്വസ്ഥത, മൊത്തത്തിൽ നെഞ്ചിനും തൊണ്ടക്കും നെഞ്ചിനൊക്കെ ഒരു അസ്വസ്ഥത.
ഞാൻ ഇന്നൊന്ന് കളിച്ചിരുന്നേ ടർഫിൽ ചെക്കന്മാരെ കൂടെ. അപ്പോൾ കുറച്ച് തണുത്ത സാധനമൊക്കെ കഴിച്ചിരുന്നു. അതുകൊണ്ട് ഈ കാരണമാണെങ്കിൽ പക്ഷെ തൊണ്ടക്ക്. നീ ബാംഗ്ലൂരിൽ നിന്ന് വന്നതല്ലേ? അത് കുഴപ്പമില്ല അൻസിക, ഞാൻ ടെസ്റ്റ് ആൻറ്റിജൻ ചെയ്തു, നെഗറ്റീവായി, പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഒരു ചെറിയ ടെൻഷൻ പോലെ തലയൊക്കെ ഇങ്ങനെ ആകെ. നീ ഹെൽത്തിൽ വിളിച്ചിട്ടേ ഈ കാര്യം ഒന്ന് പറയേ. പിന്നെ എന്തായാലും പോയിട്ട് ടെസ്റ്റ് ചെയ്യണം. അത് കുഴപ്പമില്ല അൻസിക, നിങ്ങളെ നാളെ വീട്ടിലേക്ക് വരുമ്പോഴേ ഒരു ചുമൻ്റെ മരുന്ന് കൊണ്ടുവന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഈ ആന്റിജൻ ടെസ്റ്റ് അല്ലേ ചെയ്തിട്ടുള്ളൂ? നീ RT-PCR കൂടെ ചെയ്തേക്ക്, എന്നാലേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ഈയേ ഹെൽത്തിൽ ഇൻഫോം ചെയ്തിട്ട് നാളെ പോയി ടെസ്റ്റ് ചെയ്തേക്ക്. ഹോസ്പിറ്റലിൽ ചെല്ലാം അല്ലേ? എന്നാ ശരിടാ, ഓക്കേടാ. ആയിക്കോട്ടെ അൻസിക, ശരി എന്നാ. മേഡം. സിസ്റ്റർ, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. പക്ഷെ ഒരു പ്രശ്നമുണ്ട് മേഡം. ആ മരിച്ച പേഷ്യന്റിന്റെ റിസൾട്ട് വന്നു, പോസിറ്റീവാണ്. ഓ ഗോഡ്. നമ്മളൊക്കെ പ്രൊട്ടക്ഷൻ എടുത്തോണ്ട് ക്വാറന്റൈൻ പോകേണ്ടി വരില്ലല്ലോ അല്ലേ? അത് ശരിയാണ്. അതുകൊണ്ട് എന്തായാലും കുഴപ്പമില്ലല്ലോ. ഓക്കെ, യു ക്യാൻ ഗോ. ഓക്കെ മാഡം. സർ സാറിന്റെ ആ പേഷ്യന്റ് ഉണ്ടായിരുന്നില്ലേ? ഏത് പേഷ്യന്റ്? ആ CD പേഷ്യന്റ് ഡെത്ത് ആയിട്ടുണ്ട്. ഓ, അവരുടെ റിസൾട്ട് പോസിറ്റീവ് ആയിരുന്നു. ഷി വാസ് എ പ്രൈമറി കോണ്ടാക്ട്. പക്ഷെ അവരിതുവരെ നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ആണോ? ദൈവമേ, ഒന്ന് വരാതിരുന്നാ മതിയായിരുന്നു. എന്തേച്ചി ഒരു ആലോചനയൊക്കെ? ഒന്നുമില്ല, ഞാൻ ഈ ഹോസ്പിറ്റലത്തെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കിയാ കൊറോണയ്ക്ക് വലിപ്പം ചെറുപ്പമൊന്നുമില്ല കേട്ടോ. മാസ്ക് ഒക്കെ ഇട്ട് പുറത്തിറങ്ങിയാൽ മതി. ഈ പറഞ്ഞത് കേട്ടാ? ഓ എൻ്റെ മാലാകെ ചെയ്തോളാം. കണ്ടാ മതി. ഹലോ, എന്തൊക്കെയാടാ അവസ്ഥ? ആടാ കുഴപ്പമില്ലടാ. എടാ പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. ആടാ പറയ്. നമ്മുടെ ആദിലിൻ്റെ ഉമ്മ മരിച്ചു. ആദിലിൻ്റെ ഉമ്മേ? അതെടാ. എന്താടാ പറ്റി? എല്ലാവരും പറയണത് നമ്മൾ ടർഫ് കളിച്ചിട്ട് ഈ അവൻ്റെ വീട്ടിൽ പോയിരുന്നില്ലേ, അങ്ങനെ പറ്റിയെന്നാ നാട്ടിലൊക്കെ സംസാരം. എടാ വിളിക്കാം. ഹലോ, ഞാനാടാ. അനക്കൊന്ന് വീട്ടിലിരുന്നൂടായിരുന്നില്ലേ? എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ഉമ്മാനാടാ. കോവിഡ് കാലത്ത് നാം അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് ആൻറ്റിജൻ എന്ന ഈ ഷോർട്ട് ഫിലിമിലൂടെ നമ്മുടെ മലപ്പുറം കോവിഡ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്. ജനങ്ങൾക്ക് മുമ്പിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മനോഹരമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള അവർക്ക് വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം ഈ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിനിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കുക. ഈ മഹാമാരിയെ നമുക്ക് തോൽപ്പിക്കാം.